കോട്ടപ്പുറം രൂപത ആത്മാഭിഷേക ബൈബിൾ കൺവെൻഷന് തുടക്കമായി. കോട്ടപ്പുറം രൂപത ആത്മാഭിഷേക ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 29 തീയതി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വചന കൂടാരത്തിൽ കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയോട് കൂടെയാണ് രൂപത ബൈബിൾ കൺവെൻഷന് തുടക്കമായത്. ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിലിനോടൊപ്പം രൂപതയിലെ വൈദികർ ദിവ്യബലിക്ക് സഹകാർമ്മികരായിരുന്നു. ഏപ്രിൽ 29 മുതൽ മെയ് 3 വരെ വൈകിട്ട് 4 മുതൽ 9:30 വരെയാണ് കൺവെൻഷൻ. വിജയപുരം രൂപത വൈദികൻ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തുങ്കലാണ് കൺവെൻഷൻ നയിക്കുന്നത്. കൺവെൻഷൻ ദിനങ്ങളിൽ കുമ്പസാരിക്കാനും കൗൺസിലിംഗിനും സൗകര്യമുണ്ടായിരിക്കുമെന്ന് കോട്ടപ്പുറം രൂപത കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ ആൻഡസ് പുത്തൻവീട്ടിൽ അറിയിച്ചു. എല്ലാവരും തന്നെയുണ്ട്. ഇവരുടെ ശക്തമായ വലിയ ഒരുക്കത്തിനൊക്കെ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരെയും സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോട്ടപ്പുറം രൂപതയുടെ ഈ കൺവെൻഷൻ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കറിയാം, പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു തിരി കത്തുന്നത് പോലെയാണ്. ആത്മാഭിഷേകം അങ്ങനെ തന്നെയാണ്. ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ അത് പടർന്ന് പന്തലിക്കുവാനായിട്ട് നമുക്കിന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരുടെയും നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. കോട്ടപ്പുറം ഇടവകയെയും കോട്ടപ്പുറം രൂപതയെയും അതുപോലെ ഈ ചുറ്റുവട്ടത്തു നിന്നും വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ദൈവാനുഗ്രഹം നിറഞ്ഞ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച് പാടാവോ? കൈയടിച്ച് ഓ പരിശുദ്ധ അമ്മേ, കൈയടിച്ച് ഓ മിഖായേൽ മാലാഖേ, ഓ യോസേഫ് പിതാവേ, ഓ സകല മാലാഖമാരേ, ഓ വിശുദ്ധ യോസേഫ് പിതാവേ, വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, ഓ അന്ത്രയോസേ, അത്ഭുതകരമായ അഭിഷേകം ഈ കൂട്ടായ്മയിൽ വൈദികന്റെ മധ്യസ്ഥനെ കുമ്പസാരക്കോടിന്റെ പുണ്യാള, ഓ ജ്ഞാനത്തിന്റെ നിറവേ അമ്മ ത്രേസ്യായേ. പറയാൻ ആഗ്രഹിച്ചത്, ഒരു ജനം ഒരുമിച്ച് ചേർന്ന് അവരൊറ്റ വിളിയോടുകൂടെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോ ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് അവരുടെ മധ്യേ ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തെ തൊടുന്നത് ഓരോ ചൊവ്വാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാ വിശുദ്ധീകരിക്കുന്നത്, നവീകരിക്കുന്നത് എന്നറിയാമോ? നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ കർത്താവിനെ വിളിക്കുമ്പോ ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട്